കെനിയ മസായിമാറ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുകളിൽ ഞാൻ വിമാനം പറത്തിയ ഒരു കഥ പറഞ്ഞിരുന്നു. അപ്പം അന്ന് എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിശ്വസനീയമായ ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു തെളിവ് തരണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. മസായി പുരുഷന്മാരിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് തോന്നുന്നത്. ഈ കാത് വലിയ ഇങ്ങനിട്ട് വലുതാക്കിയിട്ട് വലിയ തുളയുണ്ടാവും, മേലെ ഒരു തുളയുണ്ടാവും. ടിങ്കോയൊക്കെ പറയുന്നത് ഈ ജീപ്പിനുള്ളിൽ ഇരുന്നാൽ അപകടമില്ല എന്നാണ്. ജീപ്പിനെ മൊത്തത്തിലൊരു ജീവിയായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ പാട്ട് ഒരു ഭയങ്കര ഇതാണ്. ഒരു 2-3 പേര് ഒരു തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരാൾ ഈ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരണ പോലെ ഒരു മെറ്റാലിക് വോയിസ് ഉണ്ടാക്കും. അത് ഭയങ്കര രസമാണ്. ഈ ഹിപ്പോ വായ തുറക്കുന്നതിൻ്റെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ പോയിരിക്കുന്നത്. പക്ഷെ ഇവിടെ അമേച്ചറായ എനിക്ക് ഈ ഹിപ്പോ വായ തുറക്കുന്നതിൻ്റെ വീഡിയോ, അപ്പോൾ അങ്ങനെ മോജിത്ത് വരാൻ തീരുമാനിച്ചപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്കും ഇത്തവണ മസായി മറയിൽ അവരോടൊപ്പം വരാൻ കഴിഞ്ഞു. ഹെർമിസിന് അറിയാം ഒരു സഞ്ചാരിയെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, സഫാരിക്ക് കൊണ്ടുപോകേണ്ടത്. വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ. കൂടുതൽ ഡീറ്റെയിലിംഗ്, കൂടുതൽ ആവേശഭരിതനായി കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോകുന്ന കാഴ്ചകളുടെ അത്ഭുതം കുറയും എന്ന് ഹെർമിസിനറിയാം. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് ശേഷം പുറപ്പെട്ടു. ആ യാത്രയിൽ പോകുന്നത് വഴി അതുവരെ നമ്മൾ പോയിട്ടുള്ള വഴികളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേറൊരു വഴി കൂടെയാണ് പോയത്. വേറൊരു വഴി എന്ന് പറയുന്നത് ആ വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ ഭയങ്കര ചെളിയാണ്. മറ്റേ പോകുന്ന വഴിയിൽ ചില സ്ഥലത്ത് ചതുപ്പൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര ചതുപ്പിലൂടെയാണ് വണ്ടി പോകുന്നത്. ഒരു ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്ന വണ്ടിയുടെ മിടുക്ക് എന്താണ്, എന്തിനാണ് ലാൻഡ് ക്രൂയിസർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആ യാത്രകളിലാണ് മനസ്സിലാക്കുക. ഈ ചളിയിൽ സ്കിഡ് ചെയ്ത് വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്ത് ഇങ്ങനെ പോവും. ചില സ്ഥലത്ത് പെട്ടിട്ട് ഇത് വലിച്ച് കയറാൻ ബുദ്ധിമുട്ടും. അത്രയും കറുകറുത്ത ചെളിയാണ്. ആ ചെളിയിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ വണ്ടിയിലുള്ള മറ്റ് യാത്രികർക്കും സ്ത്രീകൾക്കൊക്കെ ഇത്തിരി പേടിയായി. എന്തിനാ എവിടേക്കാണ് ഇപ്പോൾ ഇതിങ്ങനെ എല്ലാം കണ്ടല്ലോ, നാളെ നമ്മൾ തിരിച്ചു പോകാണല്ലോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലാണ് യാത്രക്കാരെല്ലാവരും. പക്ഷേ ഹെർമിസ് മാത്രം ഒരു ചിരിയോട് കൂടിയിട്ട്, ഒരു മന്ദസ്മിതത്തോടു കൂടിയിട്ട് അങ്ങനെ മുന്നിലിരിക്കുകയാണ്. അങ്ങനെ ഈ വണ്ടി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇപ്പം ഞങ്ങളുടെ വണ്ടിയിൽ ഈ വന്ന ടൂറിസ്റ്റുകളായിട്ട് വന്ന മോജിത്തിൻ്റെ ഫാമിലിയും മോജിത്തിൻ്റെ വൈഫും കുട്ടിയും മോജിത്തിൻ്റെ സിസ്റ്റർ ബിന്ദുവും അങ്ങനെ കുറച്ച് പേരാണുള്ളത്. ബാക്കി ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും വേറെ വണ്ടിയിലാണ് കയറിയത്. അപ്പം ഞങ്ങളെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇവരുടെ വണ്ടി പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അവിടെ വന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു സ്വർഗം പോലെ ഒരു സ്ഥലമാണ്. സ്കൈയും നോക്കത്താ ദൂരത്ത് ഒരു മരം പോലും ഇല്ലാതെ ഈ പുൽമേട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഒരു വൈൽഡ് ലാൻഡ് ഷോട്ടുകൾക്കൊക്കെ എന്താ പറയണ്ടേ, ഏറ്റവും മനോഹരമായ വിരുന്നാണ് ആ സ്ഥലം. വലിയൊരു തടാകം, ഒരു വലിയ നാച്ചുറൽ തടാകം. അതിങ്ങനെ നീണ്ട് പരന്ന് കിടക്കണ്ട. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ മുനമ്പിലൊന്ന് നിന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഞങ്ങൾ ഇറക്കിയിട്ടും അവർ ഈ ലേക്കിനെ ചുറ്റിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, വലതുവശത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് പോയി പാർക്ക് ചെയ്തിരിക്കുക. എല്ലാവരും ക്യാമറയൊക്കെ എടുത്ത് ചാടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹിപ്പോസിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഒച്ചമ്പകളൊക്കെ കഴിഞ്ഞ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അവർ അങ്ങോട്ട് പോയി ഞങ്ങളവിടെ ഇറക്കി വിട്ടത്. അങ്ങനെ തടാകത്തിൻ്റെ മറുകരയിൽ അവർ നിൽക്കുകയാണ്. അവർ ഹിപ്പോയുടെ ഫോട്ടോസ്, നല്ല ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പാവം സാധാരണ ക്യാമറയായിട്ട് ഇവിടെ പുറത്തിറങ്ങി നിന്ന് ഞാൻ ഈ നേച്ചറിൻ്റെ ഒരു ഭംഗി വീഡിയോയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലേക്കിൻ്റെ നടുവിൽ എന്തോ ഒരു അനങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വൈഡ് ലെൻസിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നറിയാൻ ഞാനൊന്ന് സൂം ചാർജ് ചെയ്ത് നോക്കി. സൂം ചെയ്ത് അടുത്ത് ചെല്ലുമ്പോൾ ഒരു 10-15 ഹിപ്പോസ് അവിടെ വെള്ളത്തിനടിയിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെ മെല്ലെ തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ഈ ഹിപ്പോ വായ തുറക്കുന്നതിൻ്റെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ
അമേച്ചറായ എനിക്ക് ഈ ഹിപ്പോ വായ തുറക്കുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ കിട്ടി. പക്ഷെ നേരിട്ട് സ്ട്രൈറ്റ് ക്യാമറ അല്ല കിട്ടിയത്. ക്യാമറയ്ക്ക് കുറച്ച് പുറം തിരിഞ്ഞും കുറച്ച് വശം ചരിഞ്ഞിട്ടൊക്കെയാണ്. പക്ഷേ എന്നാലും എനിക്ക് ആ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ചെയ്യാം. അങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് ടിങ്കോയ് വന്ന് നേരെ നിന്നിട്ടുണ്ട്. അയാൾ അങ്ങനെ സാധാരണ അവർ പറയുകയോ ചെയ്യുകയൊന്നും ചെയ്യാറില്ല. ടിങ്കോയ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുറച്ച് വീഡിയോ എടുക്കും, എൻ്റെ ഫോട്ടോ എടുക്കും, എന്നിട്ട് എനിക്ക് അയച്ചു തരണം, എൻ്റെ ഫോട്ടോ എടുക്കുക. വെച്ചാൽ ആ സ്ഥലം അയാൾക്കും വളരെ പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്നു. ടിങ്കോയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സ്വല്പം ₹1 കൊടുത്താൽ ഒരു 99 പൈസയെ തിരിച്ചു കിട്ടുള്ളൂ. ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുക, ഒറ്റയ്ക്ക് ഇങ്ങനെ ആക്ഷൻസൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഒരു ചെറിയ പ്രശ്നമുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ യാത്രയിൽ. അപ്പോൾ ടിങ്കോയ് വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആവശ്യപ്പെട്ടു. ഞാൻ ടിങ്കോയുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഒപ്പം തോമസുകളെ പശ്ചാത്തലത്തിൽ നിർത്തി ടിങ്കോയുടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് മറ്റ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അപ്പുറത്ത് ചെന്ന് അവിടെ ചെല്ലുമ്പോൾ പാവങ്ങൾ കൊതുകടിയും കൊണ്ട് ക്യാമറ ആയിട്ട് ഇരിക്കുകയാണ്. അവിടെ കുറേ ഹിപ്പോസ് ഉണ്ട്, പക്ഷെ ഒരെണ്ണം പോലും പുറത്തേക്ക് തല നീട്ടുന്നില്ല. എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. അവർക്ക് ഒരു ഫോട്ടോ പോലും. അവരപ്പോൾ അവിടെ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ സ്ഥലത്ത് ലൈറ്റ് അത്ര ഫേവറബിൾ അല്ല. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് കിട്ടേണ്ട ഒരു ഫോട്ടോയ്ക്ക് ബേസിക്കലി വേണ്ട ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത സ്ഥലത്ത് കുറവാണ്. അവർക്ക് അതൊക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ടാണ് അവർ പോയത്. പക്ഷേ എന്ത് ലൈറ്റ് ഉണ്ടായിട്ട് എന്താ കാര്യം, ഈ സാധനം പുറത്തേക്ക് വരണമല്ലോ. അവരങ്ങനെ കുറേ നേരം കാത്തിരുന്ന് നിരാശരായി. ഞാൻ ആ നേരത്ത് ആ നിൽക്കുന്നിടത്തു നിന്ന് നമ്മൾ നോക്കിയ ദൂരെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് കാണാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ആദ്യം വന്നിറങ്ങിയ എയർ സ്ട്രിപ്പ് അവിടെ നിന്ന് അടുത്താണ്. എൻ്റെ ഇതിൽ സൂം ചെയ്താൽ കിട്ടുന്ന ഫോട്ടോസൊക്കെ ആ എയർ സ്ട്രിപ്പിൻ്റെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്ത് കിടക്കുന്നതിൻ്റെയും വണ്ടികൾ നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു ലോങ് റേഞ്ച് കുറച്ച് ഫുട്ടേജ് എനിക്ക് എടുക്കാൻ പറ്റി. അവിടുന്ന് ഇനി കാത്തു നിന്നിട്ട് പ്രയോജനമില്ല, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കണം. ഇനി വന്നാലും അവർക്ക് നല്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ കിട്ടിയാലും ഭംഗി ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. തിരിച്ച് ഈ ഹിപ്പോസിനെ കണ്ടതിൻ്റെയും ഈ മനോഹരമായ തടാകം കണ്ടതിൻ്റെയൊക്കെ ആവേശത്തിലായിരുന്നെങ്കിലും തിരിച്ചുള്ള ഈ മഡ് റേസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ആകുലതകളുമായി ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ ഹിപ്പോസിനെ കണ്ട സന്തോഷം ഈ ചെളിയിലൂടെയുള്ള ഒരു അഡ്വഞ്ചറസ് യാത്രയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് പെടുന്നത് ഒരു സിംഹത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങളിപ്പോൾ ഇത്രയും ദിവസം സിംഹങ്ങളെ ചേസ് ചെയ്യുമ്പോഴും ഒരു ഹെഡ് ഓൺ ഒരു മുതിർന്ന ആൺസിംഹം ഇങ്ങനെ നടന്നു വരുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ അവനങ്ങനെ വളരെ രാജകീയമായി എൻ്റെ ക്യാമറയ്ക്ക് നേരെ നടന്ന് വന്നു. ഈ ഞങ്ങളിരിക്കുന്ന ലാൻഡ് ക്രൂയിസറിൻ്റെ തൊട്ട് താഴേക്കൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ തായ്ലൻഡിലൊക്കെ ഉള്ള ഓപ്പൺ സൂസ് ഉണ്ട്, അവിടെ പോലും നമ്മൾ വണ്ടി ഫുൾ കവേർഡായിട്ടുള്ള വണ്ടിയിലും ഒക്കെ ഭയങ്കര സേഫ്റ്റി തോക്ക് ഉള്ള സെക്യൂരിറ്റിക്കാരുടെയൊക്കെ അകമ്പടിയോടൊക്കെ പോവുക. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ഓപ്പണായിട്ടുള്ള ജീപ്പിൽ നമ്മളിരിക്കുന്നു. ടിങ്കോയൊക്കെ പറയുന്നത് ഈ ജീപ്പിനുള്ളിലിരുന്നാൽ അപകടമില്ല എന്നാണ്. ജീപ്പിനെ മൊത്തത്തിലൊരു ജീവിയായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഹ്യൂജായിട്ടുള്ള വലിയ ഒരു ജീവി, ആരെയും ആക്രമിക്കുകയൊന്നും ചെയ്യാത്ത ഒരു ജീവിയായിട്ടാണ് അവർ
കണക്കാക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കളി വേറെയാണ്. അപ്പോൾ ഒരു ചെറിയ ആനിമലായിട്ട് അവർക്ക് നമ്മളെ തോന്നും. മറ്റത് ഇതൊരു വലിയ ഹ്യൂജായിട്ടുള്ള ഒരു ആനിമലായിട്ടാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അറ്റാക്ക് ചെയ്യാത്തതെന്നാണ് ടിങ്കോയ് പറയുന്നത്. എന്തായാലും ഫലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങൾ കണ്ടിട്ടുള്ളത് ഈ സിംഹവും പുലിയും ഒക്കെ ഇതിനടുത്തു കൂടെ പോയി വണ്ടിയുടെ അകത്തുള്ള ആൾക്കാർ അവർ മൈൻഡ് ചെയ്യില്ല, അവർ ഒരു വിഷയമാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് കുറച്ച് പേടിയുള്ള ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള സഞ്ചാരികളും പിന്നെ നമ്മളുടെ തന്നെ കേരളത്തിൽ നിന്നുള്ള ചില സഞ്ചാരികളും ഈ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ച് ഇതിൻ്റെ വായിൽ കൊണ്ടുപോയി തലവെക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ചില സ്ഥലത്ത് സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിശബ്ദരായിരിക്കാൻ അറിയാത്ത, ബഹളം വയ്ക്കുന്ന, സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒച്ച വെച്ച് പരിസരം മുഴുവൻ ശബ്ദമലിനീകരണം നടത്തുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ഈ മൃഗങ്ങളുടെ ഈ ഒരു ഡിസിപ്ലിനെ ചിലപ്പോൾ ഇല്ലാണ്ടാക്കും എന്ന് എനിക്ക് പേടിയുണ്ട്. എന്തായാലും ഈ സിംഹത്തിനെ കണ്ടു. അവിടെ നിന്ന് സിംഹം എവിടേക്കോ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ടിങ്കോയ്ക്കും ആൾക്കാർക്കും മനസ്സിലായി എവിടെയോ എന്തോ ഭക്ഷണത്തിനടുത്തേക്കാണ് പോകണമെന്ന് മനസ്സിലായി. നമ്മൾ ജീപ്പ് അവിടെ നിന്ന് എടുത്തു. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഒരു ചെളിക്കുണ്ടിനടുത്ത് ഒരു കാട്ടുപോത്തിനെ കൊന്നിട്ടിരിക്കുന്നത്. കൊന്നിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. തീറ്റ ഒരു വിധം തല അതുപോലെ ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു കാട്ടുപോത്താന്ന് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ വാരിയെല്ലുകളൊക്കെ പുറത്ത് കാണാം. ചെളിയിൽ പൊതിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ചെളിയിലൊക്കെ ഇട്ടിട്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ടുള്ളതാണ്. അതിന് ഒരു സിംഹം തിന്നുകൊണ്ടിരിക്കണം. ഒരു സിംഹി ഇങ്ങനെ പതുക്കെ സിംഹത്തിൻ്റെ തീറ്റ കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നല്ല കുണുങ്ങി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വേറെ ഒരു സിംഹി തീറ്റ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പുറത്ത്. ഒരു ആഫ്റ്റർ വേട്ട സീൻ, ഹണ്ടിങ് കാണാൻ പറ്റിയില്ല, പക്ഷേ ആഫ്റ്റർ ഹണ്ടിങ് സീൻ നമ്മളവിടെ കണ്ടു. അതൊരു ഭയങ്കര കാഴ്ചയാണ്. ആ കാട്ടുപോത്തിന് തല മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം മാംസവും അതിൻ്റെ തോലും എല്ലാം തിന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. ഏതാണ്ട് സന്ധ്യയാവാൻ തുടങ്ങി. വെളിച്ചം വളരെ കുറവായി തുടങ്ങിയപ്പോൾ പിന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു യാത്രാ താല്പര്യം കഴിഞ്ഞു. അപ്പോൾ ഹെർമിസ് പറഞ്ഞു നമുക്ക് വല്ല മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ എപ്പോഴും ചെറിയ അത്ഭുതങ്ങൾ ഹെർമിസ് സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെ ജീപ്പ് ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഓപ്പൺ ഏരിയ, അവിടെ ഒരു മനോഹരമായ മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഹെർമിസ് പതിവില്ലാതെ ആ മരമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട്, ആ മരം കണ്ടോ, അതൊക്കെ ജിറാഫുകൾ തിന്നിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ മരത്തിലേക്ക് നോക്കി അതിൻ്റെ ചോട്ടിൽ പോയിട്ട് ഈ വണ്ടി കയറി. അപ്പോൾ ഈ മരത്തിൻ്റെ എന്തോ ഒരു കഥ പറയാൻ ഹെർമിസ് ഇറങ്ങാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ പതിവ് പോലെ കുറേ ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ടേബിളിൽ നിറയെ വൈനും ബിയറും ലിക്കറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അവസാനത്തെ രാത്രിയാണ്, മസായി മാറയിലെ അവസാനത്തെ രാത്രിയാണ്. അപ്പോൾ ആ ഈവനിങ് സെലിബ്രേറ്റ് ചെയ്യാൻ അവിടെ ഇറക്കിയതാണ്. ഒരു ഓപ്പൺ എയർ, കാടിൻ്റെ ഉള്ളിൽ നടുവിൽ ഒരു ഓപ്പൺ എയറിൽ ഒരു ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാക്കി അവിടെ അവർ കാത്തു നിൽക്കുക. അപ്പോൾ അവരുടെ പല ജീപ്പുകളിൽ വന്നിട്ടുള്ള മാര ട്രയൽസിൻ്റെ ഡ്രൈവേഴ്സും ഗൈഡുമാരും ഒക്കെ ഉണ്ട്. ഒരു 4-5 പേരുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഈ മസായി ഈ പാട്ടും മസായി നൃത്തവും ഒക്കെ ചെയ്തു. അവരുടെ പാട്ട് ഒരു ഭയങ്കര ഇതാണ്. ഒരു 2-3 പേര് ഒരു തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരാൾ ഈ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോലെ ഒരു മെറ്റാലിക് വോയിസ് ഉണ്ടാക്കും. അത് ഭയങ്കര രസമാണ്. അതുപോലെ ഈ മസായി പുരുഷന്മാരിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് തോന്നുന്നത്. ഈ കാത് വലിയ ഇങ്ങനെ ഇട്ട് വലുതാക്കിയിട്ട് വലിയ തുളയുണ്ടാവും, മേലെ ഒരു തുളയുണ്ടാവും. അത് ഈ
മസായി പുരുഷന്മാർ വിവാഹശേഷം ചെയ്യുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ അവരുടെ ആ പാട്ട് ഒരു ഭയങ്കര സംഭവമാണ്. ആ ശബ്ദത്തിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നത് ഈ മൃഗങ്ങളെയൊക്കെ അകറ്റാനും മൃഗങ്ങളെ നിങ്ങളെ പോലെ ഒരാളാണ് ഞങ്ങളെന്നും പറയുന്ന പോലെയുള്ള എന്തോ ഒരു സാധനമാണ്. വാക്കുകളൊന്നുമില്ല, ശബ്ദം മാത്രം നമുക്ക് മനസ്സിലാവും. അതിൽ അവരുടേതായിട്ടുള്ള വാക്കുകൾ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അത് ഞാൻ ഈ ടോട്ടൽ മസായിമാര ഈ സഫാരിയുടെ യാത്രയിൽ പശ്ചാത്തലത്തിൽ എല്ലാ എപ്പിസോഡുകളിലും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങളെന്താ ശബ്ദം എന്തൊരു മ്യൂസിക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മ്യൂസിക് തന്നെയാണ്. അത് ആരാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അന്നത്തെ പാനീയോപചാരമൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ച് ക്യാമ്പിലെത്തിയതിന് ശേഷം ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ആനന്ദ്, അനൂപ്, മോജിത്തിൻ്റെ ഭാര്യ ശ്രീദേവി, മോജിത്തിൻ്റെ ശ്രീദേവിയുടെ മകൾ പത്മ, മോജിത്തിൻ്റെ സിസ്റ്റർ ബിന്ദു ചേച്ചി, അനൂപ് എന്ന് പറയുന്ന ആൾ ആദ്യമായിട്ടാണ് മസായിമാറയിൽ വരുന്നത്. അദ്ദേഹം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ആനന്ദ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. പുള്ളി ആനന്ദ് ഒന്നിലധികം തവണ മസായിമാറയിൽ വന്നിട്ടുണ്ട്, ഈ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. മോജിത്തും ഇതിനു മുൻപ് ഒരു തവണ മസായിമാറയിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഫാമിലിയെയും കൂട്ടി എന്തായാലും വരണം എന്നുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ അങ്ങനെ മോജിത്ത് വരാൻ തീരുമാനിച്ചപ്പോഴാണ് എന്നെ വിളിക്കുന്നത്, ഞങ്ങളിങ്ങനെ മസായിമാറയിൽ പോകുന്നുണ്ട്, വരുന്നുണ്ടോ കൂടെ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് എനിക്കും ഇത്തവണ മസായിമാറയിൽ അവരോടൊപ്പം വരാൻ കഴിഞ്ഞു. ഒരു ഗംഭീര അനുഭവമായിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് മോജിത്ത് എന്നാണ്. ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. നാട്ടിൽ തൃശ്ശൂരാണ് സ്വദേശം. ഞാൻ കഴിഞ്ഞ തവണ വളരെ ആദർശമായിട്ട് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി, ഇത് ആക്ച്വലി മാര പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് ഫോട്ടോഗ്രാഫർ 7 എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഈ നാഷണൽ ജിയോഗ്രാഫിക്കിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്വപ്നഭൂമി, നമ്മൾ സായിപ്പിൻ്റെ ഒരു വോയിസ് ഓവറിൽ നമ്മൾ കാണുന്ന മൃഗങ്ങൾ, വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത ആളുകൾ, പിന്നെ അവിടുത്തെ നമ്മുടെ ഒരു ഏഷ്യനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഫുഡ് കൾച്ചർ, അങ്ങനത്തെ ഒരുപാട് ഇൻസെക്യൂരിറ്റികൾ നമുക്ക് ഈ രാജ്യത്തിൻ്റെ വീഡിയോസിലും ഫോട്ടോസിലും വാർത്തകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ആക്ച്വലി ബൈ എയറാണ് ഇങ്ങോട്ട് വന്ന്. ഞങ്ങൾ റോബിൽ ഇറങ്ങിയിട്ട് വിൽസണിൽ നിന്നൊരു ചെറിയ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഇവിടേക്ക് വരുന്നത് തൊട്ട് നമ്മളൊരു അഡ്രിനാലിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസാധ്യമായ സന്തോഷം, അല്ലെങ്കിൽ നമ്മളൊരു ഒരു നല്ല വെതറാണ്, നിറയെ കാഴ്ചകളാണ്, എവിടെ തിരിഞ്ഞാലും ആനിമൽസാണ്. പ്രത്യേകിച്ച് ഈ ക്യാമ്പ് അസാധ്യ ക്യാമ്പാണ്. അതായത് നമുക്ക് പൊതുവേ അവിടെ നിന്ന് ദുബായിൽ നിന്നൊക്കെ വരുമ്പോഴേ നമുക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇവിടുത്തെ വെള്ളം നല്ലതായിരിക്കുമോ, നമുക്ക് സെക്യൂരിറ്റി എന്തായിരിക്കും, നമ്മുടെ പ്രൈവസി, നമ്മുടെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഹൈജീൻ ഒക്കെ നമുക്ക് വലിയ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ 100 ചോദ്യങ്ങളുണ്ടാവും സ്ത്രീകളുടെ സൈഡിൽ നിന്ന്. പക്ഷേ അതൊക്കെ ഒരു ചോദ്യത്തിന് പോലും ഒരു സാധ്യതയില്ലാതെ മാര ട്രെയിൽസും അത് മാനേജ് ചെയ്യുന്നുണ്ട്. കെനിയ എന്ന് പറഞ്ഞ രാജ്യവും നമ്മളങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ട്. അസാധ്യ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കല്ല, അതിൻ്റെ ഇരട്ടി മൂല്യമാണ് നമുക്ക് ഈ സാധനം തരുന്നത്. നമസ്കാരം, എൻ്റെ പേര് ആനന്ദ്, സ്വദേശം തിരുവനന്തപുരം. ഇവിടെ മസായിമാറയിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. അതിൽ റീസൺസ് ഒന്ന് ഫോട്ടോഗ്രാഫിയോടുള്ള എൻ്റെ അതിയായ ഉള്ള പാഷനും, പിന്നെ ഇവിടുത്തെ നേച്ചറും കൾച്ചറും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എൻ്റെ സ്കിൽസ് സ്കെയിൽ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇനിയും വരണം എന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേര് ശ്രീദേവി, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. മസായിമാര കുറേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കാണണം എന്ന് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ എങ്ങനെയായിരിക്കും, ഫെസിലിറ്റി എങ്ങനെയായിരിക്കും, സഫാരി അതെങ്ങനെയായിരുന്നു എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഭയങ്കര നല്ല എക്സ്പീരിയൻസ്, ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറം ഭയങ്കര നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം
കവർ ചെയ്തു നമ്മൾ സഫാരി, എല്ലാ ആനിമൽസിനെയും കാണിച്ചു. അങ്ങനെ ലൈഫിലത്തെ ഒരു മറക്കാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 4 days. Masai Mara was a good traveling experience that I like, and all animals like cute. I like it. Then I love the village. That was so clever, and Masai Mara was a good, and Mara Trail super, and I like it. ഹായ് നമസ്കാരം, എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയോട് പണ്ടേ കമ്പം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയത് ഹെർമിസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ്. അപ്പോൾ മസായ്മാരെ ഒരു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഭയങ്കരമായ സ്വപ്നം തുല്യമായൊരു സ്ഥലമാണ്. അപ്പോൾ പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ അത് സാധിച്ചു. അത് ഹെർമിസിൻ്റെ കൂടെ തന്നെയുള്ള ഈ ക്യാമ്പിൽ വരാൻ പറ്റിയത് വളരെയധികം നന്നായി. എൻ്റെ പേര് ബിന്ദു ആണ്. ഞാൻ ദുബായിൽ ജനാറ്റയിൽ വർക്ക് ചെയ്യാണ്. മസായ്മാര ഇങ്ങനെ ഒരു ട്രാവൽ ഉണ്ടെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പം ഇറ്റ് വാസ് ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ്. സോ ഐ തോട്ട് ഐ വിൽ ജോയിൻ ദെം ആൻഡ് ഐ കെയിം അലോങ് വിത്ത് ദെം. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഐ വിൽ കം ബാക്ക് അഗെയിൻ. നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ടു ബി നെക്സ്റ്റ് ടു എ ലൈൻ ഹിയർ. I think everybody should do this. It's amazing and awesome travel. Thank you. അങ്ങനെ ഞങ്ങൾ മസായി മാറയിലെ മാറ ട്രെയിലിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട്, ലഞ്ചല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. പോകുന്ന വഴി ഈ മസായി മാറയോട് വിട പറയുന്നു. ആ വഴികളുടെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ രസകരമായൊരു കാഴ്ച വഴിയിൽ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് റേഞ്ചർ ബൈക്കിൽ എവിടെയോ പോയിട്ട് എവിടുന്നോ നല്ല കിണ്ണം കാച്ചി മദ്യം കിട്ടിയിട്ടുണ്ട്. അത് അടിച്ച് നല്ല ഫിറ്റായിട്ട് ഇയാൾ ബൈക്ക് ഓടിച്ച് വന്ന് മെല്ലെ ചെരിഞ്ഞ് താഴെ വീണു. അപ്പോൾ അവിടെ 1-2 വണ്ടികൾ നിർത്തി. ഇവരൊക്കെ പരസ്പരം ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ അവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. അപ്പോൾ അവർക്ക് അത്ഭുതമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഭയങ്കര രസം തോന്നി. നമ്മൾ നാട്ടിൽ മാത്രം കണ്ടിട്ടുള്ള ഈ കള്ളുപിടിച്ച് വഴി കിടക്കുക എന്നൊക്കെ പറയുന്ന പരിപാടിയുടെ ആ പ്രോസസ്സ് നമ്മൾ നേരിട്ട് കണ്ടു. ഇയാളെ ബൈക്കിൽ നിന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയ ഒരു ബൈക്ക് നേരെ വയ്ക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ റിവേഴ്സ് ഗിയറിൽ ഇങ്ങനെ നടന്ന് വീഴാൻ പോണ സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് അയാൾ പിടിച്ച് അവിടെ ഇരുത്താൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അയാൾ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ക്യാമറയൊക്കെ അപ്പോൾ ഓഫ് ചെയ്തിരുന്നു. അവർക്കൊരു പ്രശ്നം വേണ്ട, അത് വീഡിയോയിൽ എടുക്കുന്നത് കണ്ടിട്ടൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ വീണ്ടും എഴുന്നേറ്റ് ചെന്ന് ആ ബൈക്കിൻ്റെ മീതെ കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങളപ്പോഴേക്കും അവിടുന്ന് കടന്നു പോകുന്നത്. ഇനി അയാൾ ആ ബൈക്ക് ഓടിച്ച് പോകും എന്നുള്ളതാണ് അയാളുടെ ഒരു നിലപാട്. അയാൾ കൈകൊണ്ട് ബൈക്കിൻ്റെ സ്റ്റാൻഡ് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാൾ എവിടെ എത്തിയോ, വീടെത്തിയോ, അതോ ഓഫീസിലെത്തിയോ, അതോ വഴിയിൽ വീണ്ടും വീണോ ഒന്നും അറിയില്ല. അയാൾക്ക് അപകടമൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഈ സഫാരിയിൽ ട്രാവൽ ചെയ്ത ഈ വണ്ടിയിൽ ഈ ലാൻഡ് ക്രൂയിസറിലാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അന്ന് വൈകുന്നേരം രാത്രി 7 മണിക്കോ 8 മണിക്കോ മറ്റോ ആണ്, 8 മണിക്കോ 8:30 മറ്റോ ആണ് ബാക്കി എല്ലാവർക്കും ഉള്ള ദുബായ് ഫ്ലൈറ്റ്. അവരൊക്കെ ദുബായിലേക്കാണ് പോകുന്നത്. എനിക്ക് ഉള്ള ഫ്ലൈറ്റ് പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ്, ബോംബെക്കാണ്. നെയ്റോബി എയർപോർട്ടിൽ നിന്ന് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നെയ്റോബിയിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ചെറിയ 10 പേർക്ക് കയറാവുന്ന ഫ്ലൈറ്റിലാണ് വന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ ഈ കെനിയ മസായി മാറ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുകളിൽ ഞാൻ വിമാനം പറത്തിയ ഒരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ അന്ന് എന്നോടൊപ്പം ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആ പറപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഷെല്ലിയും ബാബുവും അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരെനിക്ക് അന്ന് അവർ ഷൂട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അവിശ്വസനീയമായ ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു തെളിവ് തരണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു.
ഇപ്പോൾ ആ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് കാണാം. തിരിച്ച് ബൈ റോഡ് പോകുമ്പോൾ ഈ കെനിയയുടെ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടു പോകാമെന്നും പറഞ്ഞ് ഈ വണ്ടിയിലാണ്. അപ്പോൾ ഇതിന്ന് ഈ ഹൈവേ വരെയാണ് നമ്മൾ ഇപ്പോൾ ഈ ലാൻഡ് ക്രൂയിസറിൽ പോകുക. നമ്മളവിടെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന ചെറിയൊരു വാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ആ വാൻ വരുന്ന സ്ഥലത്ത് പോയി വണ്ടി നിർത്തി ഇനി വാനിലേക്ക് ലഗേജൊക്കെ മാറ്റുന്നൊരു സമയത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കുറേ സ്ത്രീകൾ പതിവ് പോലെ ഈ കയ്യിൽ കെട്ടുന്ന ചരടുകളും വളകളും കമ്മലുകളും ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴും തന്നെയാണ്. അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു ദുർബല ഹൃദയനാണെന്ന് മനസ്സിലാവുകയും ഇത്തരം സാധനങ്ങളോടൊരു കൗതുകമുള്ള ആളാണെന്ന് മനസ്സിലാവുകയും ചെയ്യും തോന്നുന്നുണ്ട്. അപ്പോൾ അവർ കുറേ ബ്ലാങ്കറ്റുകളും, അപ്പം ഞാൻ ഓൾറെഡി 2 ബ്രേസ്ലെറ്റ്സ് മേടിച്ചിരുന്നു. എന്നെ പറ്റിച്ചാണ്. ഒരെണ്ണത്തിന് $2 $3 വിലയുള്ള സാധനം 2 എണ്ണം എന്നെ കൊണ്ട് $10 നേരത്തെ ആദ്യ ദിവസങ്ങളിൽ ഒരു ലേഡി മേടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് എന്നെ പറ്റിച്ച് $10 2 മേടിച്ചത് പറഞ്ഞപ്പോൾ അവർ വേഗം ചില മണികളൊക്കെ തൂക്കിയിട്ടുള്ളൊരു സാധനം, ഒരു മാക്സിമം $3-4 വില വരാവുന്ന സാധനം പറയാം, ഇത് $10 എടുത്തോളാൻ പറയാം. കാരണം പറ്റിക്കാൻ പറ്റിയ ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത്തവണ ഞാൻ വീണില്ല, ഞാൻ മേടിച്ചില്ല. പക്ഷെ അവർ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി. കാരണം ഈ സ്ത്രീകളൊക്കെ ഇത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന, കുടുംബം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരുടെ നിന്നൊരു ഈ നമ്മളുടെ ടിങ്കോയൊക്കെ ഇങ്ങനെ പുതയ്ക്കുന്ന മസായി ആൾക്കാരൊക്കെ ഇങ്ങനെ പുതയ്ക്കുന്ന ഒരു പുതപ്പുണ്ട് തണുപ്പിന്ന. അത് കമ്പിളിയൊന്നുമല്ല, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് ഇല്ല. ഭയങ്കര വാമത്ത് തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ അവരുടെ നിന്ന് $10 തോന്നുന്നു ഒരു ബ്ലാങ്കറ്റ് അവരുടെ നിന്ന് മേടിച്ചു. അപ്പോൾ വണ്ടിയിലുള്ള എല്ലാ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു അവർക്കറിയാം ആരെയാണ് പറ്റിക്കാൻ പറ്റുക എന്നുള്ളത്. ആ പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരുടെ സൈക്കോളജി അറിയാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ ഞാനത് മേടിച്ചു, ഒരു ബ്ലാങ്കറ്റ് മേടിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ഒരു വാനിലാണ്. വാനിൻ്റെ നല്ല ഒരു ഡ്രൈവറാണ്. കുറച്ച് ദൂരം ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ മറ്റോ യാത്ര ഹൈവേയിലൂടെ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ നല്ല റോഡാണ്, ചില സ്ഥലത്ത് വളരെ മോശം റോഡാണ്. റോഡ് സൈഡിലുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ദൂരം ഈ ആന്ധ്രയിലൂടെയും തമിഴ്നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന പോലെ കൃഷിസ്ഥലങ്ങളും പ്ലെയിനായിട്ടുള്ള ബാരൻ ലാൻഡ്സും ഇടയിൽ ചില വീടുകളും ഇടയിൽ ചില വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് നെയ്റോബിയിലേക്കുള്ള ഹൈവേ യാത്രയിൽ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തുകയും വാഷ്റൂമിൽ പോവുകയും ഒക്കെ ചെയ്ത്. അവിടെ ഒരു ബാറുണ്ട്, ഒരു ലേഡി ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. വൈകുന്നേരം ഒരു 6:30-ക്കൊക്കെ ശേഷം ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഒരുപാട് ചെറിയ ഡാൻസിങ് ഹാളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ബാത്റൂമിലൊക്കെ പോയി ഒന്ന് നടു നിവർത്തി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പക്ഷേ ഹൈവേയിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ ഒരു ഭയങ്കര ട്രാഫിക് ജാമിൽ പെട്ടു. ഏതാണ്ട് 1 മണിക്കൂറോളം ആ ജാമിൽ ഞങ്ങൾ കിടന്നു. അപ്പോൾ ആക്ച്വൽ പ്ലാൻ എന്താ വെച്ചാൽ നേരത്തെ എത്തും. അപ്പോൾ എന്നെ ഹോട്ടൽ റൂമിൽ വിട്ടിട്ട് ഇവരെല്ലാവരും എയർപോർട്ടിലേക്ക് പോകുന്നതായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റ് ക്യാൻസലായി. യാത്ര നാളേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് വന്നു. ഭാഗ്യത്തിന് ഒരാൾക്ക് റേഞ്ച് ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവരും വൈഫൈയിലാണുള്ളത് ചെയ്യുന്നത്. ഒരാളുടെ ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നു. ആ റേഞ്ചിൽ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അത് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം പലർക്കും ഇന്ന് രാത്രി പോയി രാവിലെ അവിടെ എത്തി പിറ്റേ ദിവസം ഓഫീസിൽ പോകേണ്ട ആൾക്കാരാണ് എല്ലാവരും. കുട്ടിക്കാണെങ്കിൽ സ്കൂളുണ്ട്, ബാക്കി എല്ലാവർക്കും ഓഫീസുകളിൽ പോകണം.
അങ്ങനെ അവരെ വിളിച്ച്, അപ്പോൾ അവർ പറയണ നാളത്തേക്കുള്ള അക്കോമഡേഷൻ തരാം, നാളത്തേക്കുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ്, അതായത് ഒരു ദിവസം നൈറോബിയിൽ നിൽക്കണം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എനിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. കാരണം എനിക്കിതൊന്നും ചെയ്യാനറിയില്ല. നെറ്റിൽ ഫ്ലൈറ്റ് മാറ്റി ചെയ്യില്ല, ബുക്ക് ചെയ്യില്ല. അപ്പോൾ ഇവർ വേറെ എയർലൈൻ, അന്ന് പോകുന്ന വേറെ എയർലൈനിൽ ടിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി 2 പേർക്ക് അതിൽ അവർ ബുക്ക് ചെയ്യാൻ നോക്കി, അവർക്ക് കിട്ടി. ആനന്ദനും അനൂപിനുമാണ് തോന്നുന്നു വേറെ ഫ്ലൈറ്റിന്, എമിറേറ്റ്സിൻ്റെ ഇതൊരു ഫ്ലൈറ്റിന് കിട്ടി. ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ നിവൃത്തിയൊന്നുമില്ല. ഇവർ സാധാരണ ഇത്തരം സെക്ടറുകളിലേക്കൊക്കെയുള്ള ഫ്ലൈറ്റിൽ ആവശ്യത്തിൽ കൂടുതൽ ബുക്കിംഗ് എടുക്കും. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഈ അടുത്ത ദിവസത്തേക്ക് ആക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ചിലർ നിവൃത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കാതെ ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫ്ലൈറ്റ് ക്യാൻസലൊന്നും ആയിട്ടുണ്ടാവില്ല. ഈ ഫ്ലൈറ്റിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിലേക്ക് കൊടുക്കും. വലിയ വാശി പിടിക്കാത്ത ആൾക്കാർക്ക് അടുത്ത ദിവസത്തേക്ക് ആക്കും. അതൊരു സ്ഥിരം പരിപാടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് യാത്രയുടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ വാശി പിടിക്കും, ഈ ഫ്ലൈറ്റിൽ തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ കേസിന് പോകുന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കാൻ വന്നു. അങ്ങനെ അവരൊക്കെ സംസാരിച്ചു, ആർഗ്യൂ ചെയ്ത് അവസാനം എല്ലാവർക്കും ആ ഫ്ലൈറ്റിൽ തന്നെ, സെയിം ഫ്ലൈറ്റിൽ തന്നെ കിട്ടി. 2 പേര് പിന്നെ ഓൾറെഡി എമിറേറ്റ്സിലേക്ക് മാറ്റാൻ പറ്റി. അങ്ങനെ അവർ അപ്പോഴേക്കും ഈ ട്രാഫിക് ജാം എന്ന് പറയുന്നത് ഒരു വൻ ട്രാഫിക് ജാമായിരുന്നു. അപ്പോൾ ആ ജാമിൽ കുടുങ്ങിയിട്ട് അവിടെ എത്തിയപ്പോഴേക്ക് രാത്രിയായി. എയർപോർട്ടിൻ്റെ അടുത്തെത്തിയപ്പോഴേക്ക് രാത്രിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ എയർപോർട്ടിൽ വിട്ടു. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെയും കോമഡി ഉണ്ട്. അതായത് എയർപോർട്ടിൻ്റെ കുറച്ച് പുറത്തുള്ള ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ യാത്രക്കാർ മാത്രം ഇറങ്ങിയിട്ട് ഒരു സ്കാനിങ്ങിൽ, അതായത് ടോൾ ബൂത്ത് പോലുള്ള സ്ഥലത്ത് യാത്രക്കാർ മുഴുവൻ ഇറങ്ങിയിട്ട് ടോൾ ബൂത്തിനുള്ളിൽ കൂടെ ഒരു സ്കാനറും കൂടെ കടന്നിട്ട് അപ്പുറത്ത് പോയി നിൽക്കുക. എന്നിട്ട് ഈ വണ്ടി വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. ഞാൻ വല്ല ബോംബും കൊണ്ട് വരണവനാണെങ്കിൽ ആ വണ്ടിയിൽ അത് വെച്ചിട്ട് ഇറങ്ങി വന്നാൽ പോരെ. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. മുൻകാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഇവരെല്ലാവരും എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് ഈ കെനിയക്കാരനായ ഡ്രൈവറോട് കൂടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹോട്ടലിലേക്ക് ചെല്ലണം. അപ്പോൾ അവിടെ ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു ആഫ്രിക്കൻ പെൺകുട്ടി റിസപ്ഷനിലുണ്ട്. വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അവളോട് ഞാൻ അങ്ങനെ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, എന്നെ രാവിലെ വിളിക്കണം. അപ്പോൾ അവർ ഡോണ്ട് വറി, ദിസ് ഈസ് അവർ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ച് അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വരുന്നത് ഒരു പയ്യനായിരുന്നു. ബാഗൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ വരുന്നത്. അപ്പോൾ അവനും ഇത്തിരി ദയാലുവായ ഒരു പയ്യനായിരുന്നു. അവൻ പറഞ്ഞു ഡോണ്ട് വറി, ദേ വിൽ കോൾ യു, അതർവൈസ് ഐ വിൽ കോൾ യു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കെനിയയിലെ നൈറോബിയിലെ ആ മുറിയിൽ ഉറങ്ങാൻ കിടന്നു. കിടക്കുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ മോജിത്തിൻ്റെയൊക്കെ മെസ്സേജ് വന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാവരും ശരിയായി, ഞങ്ങൾ ഇന്ന് തന്നെ പോകും, പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. പിന്നെ കിടന്നുറങ്ങി. രാവിലെ 6 മണിക്ക് ഞാൻ അലാറൊക്കെ വെച്ച് എഴുന്നേറ്റ് പെട്ടിയൊക്കെ ആയിട്ട് താഴെ വരുമ്പോഴേക്കും അവർ ഞാൻ പെട്ടിയൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ കോൾ വന്നു, വേക്കപ്പ് കോൾ വന്നു. ഞാൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങി. അങ്ങനെ ഈ നൈറോബി എയർപോർട്ടിലേക്ക് പോയി. നൈറോബി എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു എയർപോർട്ടിൽ ചെന്ന പോലെയാണ്. കാരണം കംപ്ലീറ്റ് ഹിന്ദിക്കാരൊക്കെയാണ്. അങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു ലേഡി എന്നെ ഇങ്ങനെ ഈ ഇന്ത്യക്കാരിയാണെന്ന് തോന്നാത്ത തരത്തിലുള്ള ഒരു ഡ്രസ്സിങ്ങും ഇതൊക്കെയുള്ള ഒരു ലേഡി എന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അവസാനം എടുത്ത് വന്ന് ചോദിച്ചു, ലാൽ ജോസ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മലയാളിയാണ്. അവർ കൊച്ചിയിലേക്കാണ് വരുന്നത്. ബോംബെയിൽ നിന്ന് സെയിം ഫ്ലൈറ്റിലാണ് കൊച്ചിയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ നൈറോബിയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ്. അവർ ഈ മസായി മാറയിലൊക്കെ അങ്ങനെ സഫാരിക്കൊക്കെ ഇടയ്ക്ക് പോകാറുള്ള ആളാണ്. അങ്ങനെ ഒരു കമ്പനി ആ ക്യൂവിൽ നിൽക്കുമ്പോൾ സംസാരിക്കാൻ ഒരാളായി. അവർ അവരുടെ പഠിക്കുന്ന കാലത്തെ സുഹൃത്തുക്കളുടെ ഒരു അലുമിനൈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് വരികയാണ്. കൊച്ചിയിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ പിന്നെ കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ യാത്രയിലൊരു മലയാളി കൂട്ട് കിട്ടി തിരിച്ച് കൊച്ചി വരെ.
അങ്ങനെ എൻ്റെ മസായി മാറ യാത്ര ഇവിടെ അവസാനിക്കുന്നു.